മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. അവൻ്റെ പിറകിൽ കൂടാരവാതിക്കൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അബ്രഹാം സാറയും വൃദ്ധരായിരുന്നു. അവർക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു. അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പ്രായമേറെയായി, ഭർത്താവ് വൃദ്ധനായി, എനിക്കിനി സന്താന സൗഭാഗ്യം ഉണ്ടാകുമോ? കർത്താവ് അബ്രഹാമത്തോട് ചോദിച്ചു, വൃദ്ധയായ തനിക്കിനി കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ചു. സാറ ചിരിക്കുന്നതെന്തുകൊണ്ട്? കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിന്റെ അടുത്ത് തിരിച്ചു വരും. അപ്പോൾ സാറയ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. സാറ നിഷേധിച്ചു പറഞ്ഞു, ഞാൻ ചിരിച്ചില്ല. എന്തെന്നാൽ അവൾ ഭയപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു, അല്ല, നീ ചിരിക്കുക തന്നെ ചെയ്തു. കർത്താവിൻ്റെ നമ്മളുമായിട്ടുള്ള ഓരോ സന്ദർശനത്തിലും കർത്താവ് ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങളാൽ നമ്മളെ സമ്പന്നരാക്കുകയാണ് ചെയ്യുന്നത്. സാറായ്ക്കും അബ്രഹാമിനും മക്കളില്ലാതിരുന്ന സമയത്ത് കർത്താവിന് അസാധ്യമായ ഒന്നുമില്ല എന്നുള്ള സത്യം അവിടെ അറിയിക്കുന്നു. അടുത്ത വസന്തത്തിൽ കർത്താവ് വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ സാറയിൽ അബ്രഹാമിനൊരു മകനുണ്ടാവുമെന്നുള്ള വാഗ്ദാനം നൽകിയാണ് കർത്താവ് അവിടെ നിന്നും പിൻവാങ്ങുന്നത്. തീർച്ചയായിട്ടും നാം കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ദൈവാനുഗ്രഹങ്ങൾ ഒട്ടനവധിയാണ്. നാം ഈ ലോകത്ത് അത്രക്കധികം പ്രതിസന്ധികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നാം മുന്നോട്ട് സഞ്ചരിക്കുക. എപ്പോഴും നന്മയ്ക്കായി മാത്രം നല്ലവനായ ദൈവം നമ്മളോട് ചേർന്ന് നിൽക്കുമെന്നുള്ള സത്യം ലോകത്തെ മനസ്സിലാക്കി കൊടുക്കുക. അതിനുള്ള കൃപയ്ക്കായിട്ട് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുക, ഒരുങ്ങുക. ബ്രദർ തോമസ് ജോർജ് പാണാശ്ശേരി.